നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, കൃതികൾ തന്നിട്ട് ആരുടെയൊക്കെയാണ് ആ രചന എന്ന് ചോദിക്കും. അതുപോലെ ഒരേ കൃതികൾ, ഒരേ പേരിൽ തന്നെ പലരും ഒരേ കൃതികൾ രചിച്ചിട്ടുണ്ടാവാം, അത്തരത്തിലുള്ള കൃതികളും ചോദിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ പച്ചമലയാള കൃതികൾ ഏതൊക്കെയെന്നും അതെടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വെൺമണി പ്രസ്ഥാനത്തെ കുറിച്ചാണ്. സ്ലൈഡ് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? കറക്റ്റ് ആയിട്ടല്ലേ കാണുന്നത്? ഓക്കെ. വെൺമണി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി രൂപം കൊണ്ട സാഹിത്യ പരിശ്രമങ്ങളാണ് വെൺമണി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടില് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി രൂപം കൊണ്ടിട്ടുള്ള സാഹിത്യ പരിശ്രമങ്ങളെയാണ് പൊതുവെ നമ്മൾ വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഇത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം കുറെ കൃതികളുണ്ട്, അത് എഴുതിയ ആളുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് എങ്ങനെ എഴുതണം, അല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു രൂപം കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെൺമണി അച്ഛനെ കുറിച്ചാണ്. വെൺമണി പ്രസ്ഥാനത്തെ വമ്പിച്ചൊരു കവിതാ പ്രസ്ഥാനമാക്കി മാറ്റാൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തത് വെൺമണി അച്ഛനാണ്. വെൺമണി പ്രസ്ഥാനത്തെ വമ്പിച്ചൊരു കവിതാ പ്രസ്ഥാനമാക്കി മാറ്റാൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തത് വെൺമണി അച്ഛനാണ്. അതായത് വെൺമണി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് വെൺമണി അച്ഛനാണ്. അദ്ദേഹം പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കവിതകളിൽ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിഷ്കാരമാണ് കവിതാ വിഷയവും ഭാഷയും സാധാരണക്കാർക്കൊപ്പമാവണം എന്നുള്ള ആശയം കവിതകളിൽ കൊണ്ടുവരിക എന്നുള്ളത്. കവിതാ വിഷയവും ഭാഷയും സാധാരണക്കാർക്ക് ഒപ്പം ആവണം എന്നുള്ളൊരു ആശയം കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് കടക്കുമ്പോൾ സംഭാവനാ ശ്ലോകങ്ങൾ, ഹർജി ശ്ലോകങ്ങൾ, രാമേശ്വര എഴുത്തുകൾ. സംഭാവനാ ശ്ലോകങ്ങൾ, ഹർജി ശ്ലോകങ്ങൾ, രാമേശ്വര എഴുത്തുകൾ, ഇവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ ഇതിനെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കൂടെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ധാരാളം കൃതികൾ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ കൂടെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വെൺമണി അച്ഛനാവുമ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ കുറച്ച് സംഭാവനകൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ഹർജി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, എഴുത്തുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ സംഭാവനാ ശ്ലോകങ്ങൾ, ഹർജി ശ്ലോകങ്ങൾ, രാമേശ്വര എഴുത്തുകൾ. അതായത് ഒന്നും കൂടി വായിക്കാം. വെൺമണി പ്രസ്ഥാനത്തെ വമ്പിച്ചൊരു കവിതാ പ്രസ്ഥാനമാക്കി മാറ്റാൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തത് വെൺമണി അച്ഛനാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തത് വെൺമണി അച്ഛനാണ്. കവിതാ വിഷയവും ഭാഷയും സാധാരണക്കാർക്കൊപ്പമാവണം എന്നുള്ള ആശയവും ഇദ്ദേഹത്തിന്റെ രചനകളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ സംഭാവനാ ശ്ലോകങ്ങൾ, അതായത് ഒരു പ്രസ്ഥാനം ഉടലെടുക്കണമെങ്കിൽ സംഭാവനകൾ നൽകേണ്ടി വരും, ഹർജി കൊടുക്കേണ്ടി വരും, രാമേശ്വര എഴുത്തുകൾ, അതായത് എഴുത്തുകളും ചിലപ്പോൾ നൽകേണ്ടി വരും എന്നുള്ളത് കണക്ട് ചെയ്ത് ചിന്തിക്കുക. ഇനി വെൺമണി മഹന്റെ കൃതികളിലേക്ക് കടക്കുമ്പോൾ പൂരപ്രബന്ധം, അംബോപദേശം തുടങ്ങിയ ശൃംഗാര കാവ്യങ്ങളുടെ കർത്താവ് എന്ന നിലയിലാണ് മഹൻ പലയിടത്തും അറിയപ്പെടുന്നത്. പൂരപ്രബന്ധം എന്നുള്ള ഒരു കൃതി തൃശ്ശൂർ പൂരത്തിന്റെ ബേസിലാണ് രചിച്ചിട്ടുള്ളത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പൂരപ്രബന്ധം എന്നുള്ള ഒരു കൃതിയിലെ തൃശ്ശൂർ പൂരമാണ് പറയുന്നത്. പൂരപ്രബന്ധം, അംബോപദേശം തുടങ്ങിയ ശൃംഗാര കാവ്യങ്ങളുടെ കർത്താവാണ് വെൺമണി മഹൻ. അദ്ദേഹത്തിന്റെ കൃതികൾ ധാരാളമുണ്ട്. അതിൽ നിന്നും ചിലത് മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കൃതികൾ പൂരപ്രബന്ധം, അംബോപദേശം, മണിപ്രവാളം,
ഭൂതിഭൂഷ ചരിത്രം അല്ല കേട്ടോ, ഇതില് ടൈപ്പിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഭൂതിഭൂഷ ചരിതം, തൃപ്പുര ദഹനം, പൂരപ്രബന്ധം, അംബോപദേശം, മണിപ്രവാളം, ഭൂതിഭൂഷ ചരിതം, തൃപ്പുര ദഹനം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പിന്നീട് പരിഭാഷകളായി നളചരിതം വഞ്ചിപ്പാട്ട്, കീചകവധം വഞ്ചിപ്പാട്ട്, കാമതിലക ബാണം. നളചരിതം വഞ്ചിപ്പാട്ട്, കീചകവധം വഞ്ചിപ്പാട്ട്, കാമതിലകം ബാണം അദ്ദേഹത്തിന്റെ പരിഭാഷകളാണ്. പിന്നീട് തുള്ളൽ പ്രസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ കൃതികളാണ് ഗണപതി പറയൻ തുള്ളൽ, ഗണപതി ഓട്ടൻ തുള്ളൽ, കുചേല കോപാല ശതകം. ഗണപതി പറയൻ തുള്ളൽ, ഗണപതി ഓട്ടൻ തുള്ളൽ, കുചേല കോപാല ശതകം. കുചേല കോപാല ശതകത്തിന്റെ അന്ത്യഭാഗമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഇവയ്ക്ക് പുറമെ കവിപുഷ്പമാല പോലുള്ള വർണ്ണനാ കാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഈ കവിപുഷ്പമാല, അതുപോലെ കവി ഭാരതം, കവി രാമായണം, അങ്ങനെ നിരവധി കൃതികളുണ്ട്. അവയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെൺമണി മഹന്റെ കൃതികളിലേക്ക് കടക്കുമ്പോൾ പൂരപ്രബന്ധം, അംബോപദേശം തുടങ്ങിയ ശൃംഗാരകാവ്യങ്ങളുടെ കർത്താവ് എന്ന നിലയിലാണ് വെൺമണി മഹൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൃതികള് ഭൂതിഭൂഷ ചരിതം, തൃപ്പുര ദഹനം, പൂരപ്രബന്ധം, അംബോപദേശം, മണിപ്രവാളം തുടങ്ങിയവയാണ്. അദ്ദേഹത്തിന്റെ പരിഭാഷകള് നളചരിതം വഞ്ചിപ്പാട്ട്, കീചകവധം വഞ്ചിപ്പാട്ട്, കാമതിലകം ബാണം. തുള്ളൽ പ്രസ്ഥാനത്തില് ഗണപതി പറയൻ തുള്ളൽ, ഗണപതി ഓട്ടൻ തുള്ളൽ, കുചേല കോപാല ശതകം അന്ത്യഭാഗമാണ്. പിന്നീട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കൃതികളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെൺമണി കവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രചന നടത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കൂടുതൽ വെൺമണി കവികളിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംസ്കൃത കൃതികളാണ് ദശകുമാര ചരിതം, ആര്യാശതകം, ദശകുമാര ചരിതം, പിന്നെ ആര്യാശതകം. അദ്ദേഹത്തിന്റെ ഭാഷാകൃതികൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കവിഭാരതം, നല്ല ഭാഷ, കേരളം. കേരളത്തിലും ഭാരതത്തിലും നല്ല ഭാഷ ആയിരുന്നു എന്ന് കുഞ്ഞിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കവിഭാരതം എന്നുള്ള ഒരു കൃതിയില് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ നിലവിലുള്ള കവികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് കവിഭാരതം. പിന്നീട് നല്ല ഭാഷ, പിന്നീട് കേരളം അപൂർണമാണ്. ഈ 3 കൃതികളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ നാടക പരിഭാഷകളാണ് ആശ്ചര്യ ചൂടാമണി, ഹാംലെറ്റ്, ഒഥല്ലോ. ആശ്ചര്യ ചൂടാമണി, ഹാംലെറ്റ്, ഒഥല്ലോ. ഗാഥാപ്രസ്ഥാനത്തില് അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള കൃതികളാണ് വൈക്കത്തപ്പൻ ആത്മബോധം. വൈക്കത്തപ്പന്റെ ആത്മബോധം എന്നും കണക്ട് ചെയ്ത് ചിന്തിക്കാം. വൈക്കത്തപ്പൻ ആത്മബോധം കുഞ്ഞിക്കുട്ടന്റെ കൃതികളാണ്. പിന്നീട് 2 കൃതികളാണ് കൂടൽ മാണിക്യം, ഒരു ചരിത്ര കഥ, ഒരു കരാർ. കൂടൽ മാണിക്യം ഒരു ചരിത്ര കഥയാണ്, മാത്രമല്ല അത് ഒരു കരാറാണ്. കൂടൽ മാണിക്യം ഒരു ചരിത്ര കഥ, ഒരു കരാർ എന്നുള്ളത്. നിരവധി പാനാകൃതികളും ശാസ്ത്രഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടന്റെ കൃതികളാണ് ഇപ്പൊ പറഞ്ഞത്. സംസ്കൃത കൃതികള് ദശകുമാര ചരിതം, ആര്യാശതകം. ദശകുമാര ചരിതം, ആര്യാശതകം. ഭാഷാകൃതികള് കവിഭാരതം, നല്ല ഭാഷ, കേരളം. കവിഭാരതം, നല്ല ഭാഷ, കേരളം. അദ്ദേഹത്തിന്റെ നാടക പരിഭാഷകള് ആശ്ചര്യ ചൂടാമണി, ഹാംലെറ്റ്. ആശ്ചര്യ ചൂടാമണി, ഹാംലെറ്റ്, ഒഥല്ലോ. ആശ്ചര്യ ചൂടാമണി, ഹാംലെറ്റ്, ഒഥല്ലോ. ഗാഥാപ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന്റെ കൃതികള് വൈക്കത്തപ്പൻ ആത്മബോധം, വൈക്കത്തപ്പന്റെ ആത്മബോധം. ഖണ്ഡകൃതികള് കൂടൽ മാണിക്യം, ഒരു ചരിത്ര കഥ, ഒരു കരാർ. കൂടൽ മാണിക്യം ഒരു ചരിത്ര കഥ, ഒരു കരാർ. പാനാകൃതികളും ശാസ്ത്രഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അപ്പോ ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഉണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കേടാ, ഓക്കെ. ഇനി നടുവത്തച്ഛനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് നടുവത്തച്ഛൻ. അദ്ദേഹത്തിന്റെ കൃതികള് ശൃംഗേരി യാത്ര, അഷ്ടമി യാത്ര. ശൃംഗേരി യാത്ര, അഷ്ടമി യാത്ര. ഇങ്ങനെ
യാത്രാ സംബന്ധിയായിട്ടുള്ള കൃതികളും വെൺമണി പ്രസ്ഥാനത്തിലുണ്ട്. അവയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ള ആളാണ് നടുവത്തച്ഛൻ. അദ്ദേഹത്തിന്റെ കൃതികളാണ് ശൃംഗേരി യാത്ര, അഷ്ടമി യാത്ര. പിന്നീട് നടുവ മഹനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ മഹാത്മാഗാന്ധി മഹാത്മജിയുടെ ആശ്രമ പ്രവേശം, കൊച്ചി തീവണ്ടി. മഹാത്മാഗാന്ധി മഹാത്മജിയുടെ ആശ്രമ പ്രവേശം, കൊച്ചി തീവണ്ടി. ഇതില് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും വെൺമണി പ്രസ്ഥാനത്തില് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും അല്ലെ. നടുവം മഹന്റെ കാലഘട്ടം ആയപ്പോഴേക്കും ഇതിൽ ഒരു ദേശീയ ബോധം കൃതികളിൽ കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധി മഹാത്മജിയുടെ ആശ്രമ പ്രവേശം, കൊച്ചി തീവണ്ടി. അപ്പൊ നടുവത്തച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടുള്ള ആളാണ്. കൊടുങ്ങല്ലൂർ ആണെങ്കിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണെങ്കിൽ നിറയെ എഴുതിയിട്ടുള്ള ഒരു ആളാണ്. നടുവത്തച്ഛന്റെ കൃതികൾ ശൃംഗേരി യാത്ര, അഷ്ടമി യാത്ര. ശൃംഗേരി യാത്ര, അഷ്ടമി യാത്ര. നടുവൻ മഹന്റേത് മഹാത്മാഗാന്ധി മഹാത്മജിയുടെ ആശ്രമ പ്രവേശം, കൊച്ചി തീവണ്ടി. ഇനി ശീവള്ളി നാരായണൻ നമ്പൂതിരിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ശീവള്ളി എന്നുള്ള പേര് കേട്ടാൽ തന്നെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പരിഹാസ കവനങ്ങളെയാണ്. ഇദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പരിഹാസ കവനങ്ങളായിട്ടുള്ള കൃതികളെ കുറിച്ച് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളാണ് ചിരുതേയി, അതൊരു ഗദ്യകൃതിയാണ് അദ്ദേഹത്തിന്റെ ചിരുതേയി. ദുസ്പർശ നാടകം, ദാത്യഹ സന്ദേശം. ദുസ്പർശ നാടകം, ദാത്യഹ സന്ദേശം. ഇവ രണ്ടും പരിഹാസ കവനങ്ങളാണ്. ചിരുതേയിയുടെ പരിഹാസ കവനങ്ങളാണ് ദുസ്പർശ നാടകവും ദാത്യഹ സന്ദേശവും. അദ്ദേഹത്തിന്റെ ഗദ്യകൃതിയാണ് ചിരുതേയി. അപ്പോ ശീവള്ളി നാരായണൻ നമ്പൂതിരിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഹാസ കവനങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ പരിഹാസ കവനങ്ങളെ കുറിച്ച് ധാരാളമായിട്ട് കാണാം. പിന്നീട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന്റെ കൃതികളെ കുറിച്ചാണ് പറയുന്നത്. അന്തർജനത്തിന്റെ അപരാധം. അന്തർജനത്തിന്റെ അപരാധം എന്നുള്ള ഒരു കൃതി കുറിയേടത്ത് താത്രിയുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ്. കുറിയേടത്ത് താത്രിയുടെ ഇതേപോലെ നിരവധി ആളുകൾ കുറിയേടത്ത് താത്രിയുടെ ജീവിതകഥയുമായിട്ട് എഴുതിയിട്ടുണ്ട്. അവ തമ്മിൽ തന്നിട്ട് ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ഈ ഒരു കൃതി കാണാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. അതുപോലെ കുംഭകോണ യാത്ര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ യാത്രകളുമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്ന്. അതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കുംഭകോണ യാത്ര. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള കൃതികൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ബാക്കിയുള്ള കൃതികളൊക്കെ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഒടുവിൽ കൃഷ്ണമേനോന്റെ കൃതികളാണ് അന്തർജനത്തിന്റെ അപരാധം, കുംഭകോണ യാത്ര. അന്തർജനത്തിന്റെ അപരാധം, കുംഭകോണ യാത്ര. നല്ല ഭാഷ ആരുടെ കൃതിയായിരുന്നു? ആരെങ്കിലും പറയോ? വോയിസ് ഓൺ ആക്കി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ. പിന്നീട് ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പല കൃതികളും അപൂർണങ്ങളാണ്. ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയുടെ കൃതികൾ പലതും അപൂർണങ്ങളാണ്. കൃതികള് കുചേല വൃത്തം ഓട്ടംതുള്ളൽ, ദേവി മഹാത്മ്യം, ഭൈമി പരിണയം, നാടകം. കുചേല വൃത്തം ഓട്ടംതുള്ളൽ, ദേവി മഹാത്മ്യം, ഭൈമി പരിണയം, നാടകം. ഒറവങ്കര ഭൈമി എന്ന് കണക്ട് ചെയ്യാം. കാരണം ഭൈമി പരിണയം നാടകം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. കുചേല വൃത്തം ഓട്ടംതുള്ളൽ, ദേവി മഹാത്മ്യം, ഭൈമി പരിണയം, നാടകം. പിന്നീട് കൊച്ചുണ്ണി തമ്പുരാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊച്ചുണ്ണി തമ്പുരാന്റെ നിരവധി കൃതികളുണ്ട്. മലയാം കൊല്ലം ഒക്കെ ആ ഒരു രീതിയിൽ നിരവധി ചോദിച്ചിട്ടുള്ള കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെതായി നിരവധി കൃതികളുണ്ട്. ബാണം, വിപ്രസന്ദേശം, ബാണയുദ്ധം, ചമ്പു എന്നിവ അവയിൽ ചിലതാണ്. ഈ വിപ്രസന്ദേശം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. കൊച്ചുണ്ണി തമ്പുരാന്റെ 3 കൃതികൾ മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാണം, വിപ്രസന്ദേശം, ബാണയുദ്ധം, ചമ്പു എന്നിവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അപ്പോ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അപൂർണ കൃതി ഏതേന്നു? ആരെങ്കിലും ഒരാൾ പറയോ? കേരളം. ഓക്കേടാ.
ഇപ്പൊ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കൊച്ചുണ്ണി തമ്പുരാന്റെ കൃതികളാണ് ബാണം, വിപ്രസന്ദേശം, ബാണയുദ്ധം, ചമ്പു എന്നിവ. പിന്നീട് കുണ്ടൂർ നാരായണ മേനോന്റെ കൃതികളിലേക്ക് കടക്കുകയാണ്. കുണ്ടൂർ നാരായണ മേനോന്റെ കാലമായപ്പോഴേക്കും കവിതാരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നു. കുണ്ടൂർ നാരായണന്റെ കാലമായപ്പോഴേക്കും കവിതാരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നു. അപ്പോഴാണ് നമ്മൾ ഈ പച്ചമലയാള പ്രസ്ഥാനಕ್ಕೆ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതിര് കവിഞ്ഞ സംസ്കൃത അതായത് ഈ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിര് കവിഞ്ഞ സംസ്കൃത ആധിപത്യത്തിന്റെ നേർക്കുള്ള ഒരു പ്രതിഷേധമായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം. അതിര് കവിഞ്ഞ സംസ്കൃത ആധിപത്യത്തിന്റെ നേർക്കുള്ള ഒരു പ്രതിഷേധമായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം. ശുദ്ധ മലയാളത്തിന്റെ മഹത്വം ഇക്കൂട്ടർ അംഗീകരിച്ചു. ശുദ്ധ മലയാളത്തിന്റെ മഹത്വം ഇക്കൂട്ടർ അംഗീകരിച്ചു. സമകാലിക ജീവിതത്തിന്റെ തുറന്നുകാട്ടലാണ് ഇവരുടെ രചനകളെല്ലാം. സമകാലിക ജീവിതത്തിന്റെ തുറന്നുകാട്ടലാണ് ഇവരുടെ രചനകളെല്ലാം. പച്ചമലയാള പ്രസ്ഥാനത്തിലെ പ്രശസ്തനായ കവിയാണ് കുണ്ടൂർ. ഒന്നുകൂടി വായിക്കാം. അതിരു കവിഞ്ഞ സംസ്കൃത ആധിപത്യത്തിന്റെ നേർക്കുള്ള ഒരു പ്രതിഷേധമായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം. ശുദ്ധ മലയാളത്തിന്റെ മഹത്വം ഇക്കൂട്ടർ അംഗീകരിച്ചു. സമകാലിക ജീവിതത്തിന്റെ തുറന്നുകാട്ടലാണ് ഇവരുടെ രചനകളെല്ലാം. പച്ചമലയാള പ്രസ്ഥാനത്തിലെ പ്രശസ്ത കവിയാണ് കുണ്ടൂർ. ഇദ്ദേഹത്തിന്റെ കൃതികള് നിരവധി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. കോമപ്പൻ, കണ്ണൻ, പാക്കനാർ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ. കോമക്കണ്ണൻ പാക്കനാർ, കൊച്ചിയിലെ കോമക്കണ്ണൻ പാക്കനാർ എന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക. കൊച്ചിയിലെ കോമക്കണ്ണൻ പാക്കനാർ, കോമപ്പൻ, കണ്ണൻ, പാക്കനാർ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പം പച്ചമലയാള പ്രസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് കുണ്ടൂർ നാരായണ മേനോൻ. പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളാണ് അതിരു കവിഞ്ഞ സംസ്കൃത ആധിപത്യത്തിന്റെ നേർക്കുള്ള ഒരു പ്രതിഷേധം. അതിരു കവിഞ്ഞ സംസ്കൃത ആധിപത്യത്തിന്റെ നേർക്കുള്ള പ്രതിഷേധമായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം. ശുദ്ധ മലയാളത്തിന്റെ മഹത്വം ഇക്കൂട്ടർ അംഗീകരിച്ചു. ശുദ്ധ മലയാളത്തിന്റെ മഹത്വം ഇക്കൂട്ടർ അംഗീകരിച്ചു. സമകാലിക ജീവിതത്തിന്റെ തുറന്നുകാട്ടലാണ് ഇവരുടെ രചനകളെല്ലാം. സമകാലിക ജീവിതത്തിന്റെ തുറന്നുകാട്ടലാണ് ഇവരുടെ രചനകളെല്ലാം. പച്ചമലയാള പ്രസ്ഥാനത്തിലെ പ്രശസ്തനായ കവിയാണ് കുണ്ടൂർ. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കണ്ണൻ, കോമപ്പൻ, കണ്ണൻ, ചെറിയ ശക്തൻ തമ്പുരാൻ. ഓക്കെ. കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പിന്നീട് ഉള്ളൂരിന്റെ കൃതികളാണ് പറയുന്നത്. പച്ചമലയാള കൃതികളാണ് ഉള്ളൂരിന്റെ. ഒരു നേർച്ച, ഒരു എഴുത്തും മറുപടിയും, തങ്കമ്മ. ഒരു നേർച്ച, ഒരു എഴുത്തും മറുപടിയും, തങ്കമ്മ. തങ്കമ്മയ്ക്ക് ഒരു എഴുത്തും മറുപടിയും നൽകിയെന്ന് ചിന്തിച്ചാൽ മതി. ഉള്ളൂര് നൽകി. പക്ഷേ തങ്കമ്മയുടെ രണ്ടാം ഭാഗമാണ് ഉള്ളൂര് എഴുതിയിട്ടുള്ളത്. ആദ്യ ഭാഗം പന്തളം കേരളവർമ്മയാണ് എഴുതിയിട്ടുള്ളത്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒരു നേർച്ച എന്നുള്ള ഒരു കൃതിയും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനില്. ഒരു നേർച്ച, ഒരു എഴുത്തും മറുപടിയും, തങ്കമ്മ. തങ്കമ്മയുടെ ആദ്യ ഭാഗം ഉള്ളൂരും രണ്ടാം ഭാഗം ഉള്ളൂരും ആദ്യ ഭാഗം പന്തളം കേരളവർമ്മയാണ് രചിച്ചിട്ടുള്ളത്. പിന്നീട് ഒടുവിലിന്റെ പച്ചമലയാള കൃതികളാണ് പറയാൻ പോകുന്നത്. ഒടുവിലിന്റെ പച്ചമലയാള കൃതികള്. മദിരാശി കടൽക്കര, നല്ല ഭാഷ, ഒരു കത്ത്. മദിരാശി കടൽക്കര, നല്ല ഭാഷ, ഒരു കത്ത് എന്നിവയാണവ. മദിരാശി കടൽക്കര, നല്ല ഭാഷ, ഒരു കത്ത്. പച്ചമലയാള പ്രസ്ഥാനത്തിലെ കൃതികൾ ഒന്നുകൂടി വായിക്കണോ? ഓക്കെ, എന്നാ അടുത്ത ഭാഗത്തേക്ക് കിടക്കാട്ടോ. കേരളവർമ്മ പ്രസ്ഥാനം. ഈ ഒരു കേരളവർമ്മ പ്രസ്ഥാനത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് കേരളവർമ്മ യുഗം, അതുപോലെ രാജരാജ യുഗം. AR രാജരാജവർമ്മയാണ് രാജരാജ യുഗം ആയിട്ട് കണക്കാക്കുന്നത്.
1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാം എന്ന് എരുമേലി പറയുന്നുണ്ട്. 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാമെന്ന് എരുമേലി പറയുന്നു. 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാമെന്ന് എരുമേലി പറയുന്നു. കേരളവർമ്മ പ്രസ്ഥാനത്തിന്റെ മുഖ്യ സവിശേഷതകളാണ് പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ മണിപ്രവാള ശൈലി പിന്തുടരുക. പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം നൽകുക, മണിപ്രവാള ശൈലി പിന്തുടരുക. അപ്പോൾ 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാമെന്ന് എരുമേലി പറയുന്നു. ഇതിന്റെ മുഖ്യ സവിശേഷതകളാണ് പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം, മണിപ്രവാള ശൈലി പിന്തുടരുക എന്നുള്ളത്. പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം, മണിപ്രവാള ശൈലി പിന്തുടരുക എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ കവികൾ രണ്ട് ചേരികളായി മാറി. 1907 തിരുവനന്തപുരം അത് രണ്ട് ചേരികളായി മാറി എന്നുള്ളത് കേരളവർമ്മന്റെ ഒരു ടീമും അതുപോലെ ARന്റെ ഒരു ടീമുമായിട്ട് മാറി എന്നുള്ളതാണ്. 1907 തിരുവനന്തപുരം മഹാരാജ കലാലയത്തിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ KC കേശവപിള്ള മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചതോടുകൂടി ഈ യുദ്ധം ശക്തി പ്രാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ് ഇത്, കുറെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. മലയാള കവിത ഏതാണ് പ്രബന്ധം എന്നുള്ളത്, അതിന്റെ പേര് കണ്ടിട്ടുണ്ട്. ഉള്ളൂര് ഉമാകേരളം എഴുതി. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രാസത്തെ പരിഗണിച്ചിട്ട് ഉള്ളൂര് ഉമാകേരളം രചിക്കുന്നത്. പിന്നീട് കേരളവർമ്മ പക്ഷത്ത് നിന്നിട്ടുള്ള ആളുകളാണ് ഉള്ളൂര്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ തുടങ്ങിയവര്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഉള്ളൂര്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ തുടങ്ങിയവരാണ് കേരളപക്ഷത്ത് നിന്നിട്ടുള്ളത്. അപ്പം കേരളവർമ്മ പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്നുകൂടി പറയാം. 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാം എന്ന് എരുമേലി പറയുന്നു. 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മയുഗം ആരംഭിച്ചതായി കരുതാം എന്ന് എരുമേലി പറയുന്നു. അതിന്റെ മുഖ്യ സവിശേഷതകൾ പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം, മണിപ്രവാള ശൈലി പിന്തുടരുക തുടങ്ങിയവയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കവികൾ രണ്ട് ചേരികളായി മാറി. ആ ചേരികളായി മാറി എന്ന് പറയുന്നത് ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആരെങ്കിലും ഒരാൾ പറയോ? ഓക്കെ. 1907 തിരുവനന്തപുരം മഹാരാജ കലാലയത്തിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ KC കേശവപിള്ള മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചതോടുകൂടി ഈ യുദ്ധം ശക്തി പ്രാപിച്ചു. അപ്പൊ KC കേശവപിള്ള 1907 തിരുവനന്തപുരം മഹാരാജ കലാലയത്തിലാണ് മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് കേരള പക്ഷത്ത് നിന്നിട്ടുള്ള ആളുകളാണ് ഉള്ളൂര്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കൃതികളും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഇപ്പൊ ഉള്ളൂരിന്റെ ആണെങ്കിൽ ഉമാകേരളം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ രചന നടത്തിയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ പരിഗണിക്കാം. പിന്നീട് രാജരാജവർമ്മ പ്രസ്ഥാനമാണ്. രാജരാജവർമ്മ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ARന്റെ പ്രസ്ഥാനം. കേരളവർമ്മ പ്രസ്ഥാനത്തെ നിരാകരിച്ചുകൊണ്ട് ARന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് രാജരാജവർമ്മ പ്രസ്ഥാനം. കേരളവർമ്മ പ്രസ്ഥാനത്തെ നിരാകരിച്ചുകൊണ്ട്
ARന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. അതിന്റെ സവിശേഷതകളാണ് പ്രാസത്തിന് വേണ്ടി അർത്ഥം ബലി കഴിപ്പിക്കരുത്. അർത്ഥത്തിന്റെ കോട്ടം വരാതെ ശബ്ദഭംഗി സ്വാഭാവികമായി ഉണ്ടാകുന്നതിന് തെറ്റു പറയുന്നില്ല. പ്രാസത്തിന് വേണ്ടി അർത്ഥം ബലി കഴിപ്പിക്കരുത്. ഈ ഒരു രീതിയിൽ കുമാരനാശാന് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുണ്ട്. പ്രാസത്തിന് വേണ്ടി അർത്ഥം ബലി കഴിപ്പിക്കരുത്. അർത്ഥത്തിന്റെ കോട്ടം വരാതെ ശബ്ദഭംഗി സ്വാഭാവികമായി ഉണ്ടാകുന്നതിന് തെറ്റില്ല എന്നും പറയുന്നു. അദ്ദേഹത്തെ, അതായത് ARന്റെ ഒപ്പം നിന്നിട്ടുള്ള ആളുകളാണ് KC കേശവപിള്ള, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി. KC കേശവപിള്ള, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി. ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് KC കേശവപിള്ളയുടെ കേശവീയം എന്നുള്ള ഒരു കൃതി. ഇതിനെക്കുറിച്ചും ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. KC കേശവപിള്ളയുടെ കൃതിയാണ് കേശവീയം. പിന്നീട് തർക്കത്തിനൊടുവില് AR ഒത്തുതീർപ്പാക്കുകയും തർക്കം അവസാനിച്ചതിനു ശേഷം കേരളവർമ്മ ദൈവയോഗം എന്ന കൃതി രചിക്കുകയും ചെയ്യുന്നു. തർക്കത്തിനൊടുവിൽ AR ഒത്തുതീർപ്പാക്കി തർക്കം അവസാനിച്ചതിനു ശേഷം കേരളവർമ്മ ദൈവയോഗം എന്നുള്ള ഒരു കൃതി രചിക്കുകയും ചെയ്തു. ഈ കേരളവർമ്മയുടെ ദൈവയോഗം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളവർമ്മ പ്രസ്ഥാനം എന്നുള്ളത് 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തത് മണിപ്രവാള ശാകുന്തളമായി പ്രസിദ്ധീകരിച്ചതോടെ കേരളവർമ്മ യുഗം ആരംഭിച്ചതായി കരുതാമെന്ന് എരുമേലി പറയുന്നു. 1883 അഭിജ്ഞാന ശാകുന്തളം തർജ്ജമ ചെയ്തതോട് കൂടിയിട്ട്. അതിന്റെ മുഖ്യ സവിശേഷത പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം. പ്രാസം പാലിക്കുക, ശബ്ദാലങ്കാരത്തിന് പ്രാധാന്യം, മണിപ്രവാള ശൈലി പിന്തുടരുക. ഈ ഒരു കാലഘട്ടത്തിൽ കവികൾ രണ്ട് ചേരികളായി മാറി. 1907 തിരുവനന്തപുരം മഹാരാജ കലാലയത്തിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ KC കേശവപിള്ള മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചതോടുകൂടി ഈ യുദ്ധം ശക്തി പ്രാപിച്ചു. ഏതായിരുന്നു ആ പ്രബന്ധം? മലയാള കവിത. ഓക്കെ. ആരാ അവതരിപ്പിച്ചത്? KC കേശവപിള്ള. ഓക്കെ. അപ്പോ കേരളവർമ്മയുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ? ഉള്ളൂര് നടുവട്ടച്ചൻ, കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ. ARന്റെ ഓക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള രണ്ട് കൃതികൾ പറയാൻ പറ്റുമോ? ഉമാകേരളം ഉള്ളൂരിന്റെ, കേരളവർമ്മന്റെ ദൈവയോഗം. ഓക്കെ. ഇനി മഹാകാവ്യങ്ങൾ എന്നുള്ള ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതിന്റെ ലക്ഷണമാണ് സർഗബന്ധ മഹാകാവ്യ മൂച്യതേ തസ്യ ലക്ഷണം ആശീർണ മസ്ത്രിയ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം. സർഗബന്ധ മഹാകാവ്യ മൂച്യതേ. സർഗബന്ധ മഹാകാവ്യ മൂച്യതേ തസ്യ ലക്ഷണം ആശീർണ മസ്ത്രിയ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം. സർഗബന്ധ മഹാകാവ്യ മൂച്യതേ തസ്യ ലക്ഷണം ആശീർണ മസ്ത്രിയ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം. അതാണ് മഹാകാവ്യത്തിന്റെ ലക്ഷണം. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ച് വാർന്നു വീണ മലയാളം മഹാകാവ്യങ്ങൾ നിയോ ക്ലാസിക് പ്രവണതകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അപ്പൊ സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് മലയാളത്തിലെ മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് മലയാളത്തിലെ മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതില് നിയോ ക്ലാസിക് പ്രവണതകളാണ് പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുള്ള മലയാള മഹാകാവ്യങ്ങളിൽ നിയോ ക്ലാസിക് പ്രവണതകളാണ് പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ആദ്യ മഹാകാവ്യമാണ് സുകുമാരകവിയുടെ ശ്രീകൃഷ്ണ വിലാസം. കേരളത്തിലെ ആദ്യ മഹാകാവ്യമാണ് സുകുമാരകവിയുടെ ശ്രീകൃഷ്ണ വിലാസം. പിന്നീട് മറ്റു ചില മഹാകാവ്യങ്ങളാണ് അതുലന്റെ മൂഷിക വംശം. അതുലന്റെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതുലന്റെ മൂഷിക വംശം, ഇത് ദാമോദർ ചാക്യാരൻ എഴുതിയിട്ടുണ്ട്. ദാമോദര ചാക്യാരുടെ ശിവവിലാസം. ദാമോദര ചാക്യാരുടെ ശിവവിലാസം എന്നുള്ള കൃതി.
ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അതുലന്റെ മൂഷിക വംശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് എഴുതിയ ആദ്യ കൃതി അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ്. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് എഴുതിയ ആദ്യ കൃതി അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ്. അതായത് എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള അഴകുള്ള രാമചന്ദ്രൻ എന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക. എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള അഴകുള്ള രാമചന്ദ്രൻ എന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പം മഹാകാവ്യങ്ങളാണ് പറയുന്നത്. അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സർഗബന്ധ മഹാകാവ്യമൂച്യതേ. സർഗബന്ധ മഹാകാവ്യമൂച്യതേ. തസ്യ ലക്ഷണം ആശീർണ മസ്ക്രിയ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ച് വാർന്നു വീണ മലയാളം മഹാകാവ്യങ്ങൾ നിയോ ക്ലാസിക് പ്രവണതകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് മലയാള മഹാകാവ്യങ്ങൾ ഉണ്ടായത്. അതിൽ നിയോ ക്ലാസിക് പ്രവണതകളാണ് പൂർണ്ണമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യ മഹാകാവ്യം സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. കേരളത്തിലെ ആദ്യ മഹാകാവ്യം സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. മറ്റ് ചില മഹാകാവ്യങ്ങൾ അതുലന്റെ മൂഷിക വംശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം. അതുലന്റെ മൂഷിക വംശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം. പിന്നീട് മഹാകാവ്യങ്ങളെല്ലാം ഒപ്പിച്ച് എഴുതിയ ആദ്യ കൃതി അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ്. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് എഴുതിയ ആദ്യ കൃതി, അതായത് ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടുള്ള അഴകുള്ള രാമചന്ദ്രൻ എന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നീട് മറ്റുള്ളവ, അതായത് കുറച്ച് മഹാകാവ്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളൂരിന്റെ ഉമാകേരളം അറിയാം. ഉമാകേരളം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്നത്? ആരെങ്കിലും ഒരാൾ പറയോ? ഓക്കെ. ഉള്ളൂരിന്റെ ഉമാകേരളം, വള്ളത്തോളിന്റെ ചിത്രയോഗം, KC കേശവപിള്ളയുടെ കേശവീയം, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ പാണ്ഡവോദയം, മലയാങ്കൊല്ലൊക്കെ റിപ്പീറ്റഡ് ആണ്. ഉള്ളൂരിന്റെ ഉമാകേരളം, വള്ളത്തോളിന്റെ ചിത്രയോഗം, ഉള്ളൂരിന്റെ ഉമാകേരളം, വള്ളത്തോളിന്റെ ചിത്രയോഗം, KC കേശവപിള്ള അദ്ദേഹത്തിന്റെ കേശവീയം, KC കേശവപിള്ളയുടെ കേശവീയം, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ പാണ്ഡവോദയം, മലയാങ്കൊല്ലം, പാണ്ഡവോദയം, മലയാങ്കൊല്ലം. അതുവരെ ഉണ്ടായിരുന്ന മഹാകാവ്യങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശുവിജയം. അതുവരെ ഉണ്ടായിരുന്ന മഹാകാവ്യങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശുവിജയം. അതെന്തുകൊണ്ടാ വിഭിന്നം എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ആദ്യ മഹാകാവ്യമാണ് ശ്രീ യേശുവിജയം. കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശുവിജയം എന്നുള്ളത്. പിന്നീട് പുത്തൻകാവ് മാത്തൻ തരകന്റെ വിശ്വദീപവും KC സൈമന്റെ വേദവിഹാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. പുത്തൻകാവ് മാത്തൻ തരകന്റെ വിശ്വദീപം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. KV സൈമന്റെ വേദവിഹാരവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും പഠിക്കാം. അപ്പൊ മഹാകാവ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ആദ്യ മഹാകാവ്യം സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടുള്ള മഹാകാവ്യം ഏതായിരുന്നു? അതായിരുന്നു. ഓക്കേടാ. ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതായിരുന്നു? വള്ളത്തോളിന്റെ മലയാങ്കൊല്ലം ആരുടെ മഹാകാവ്യായിരുന്നു? മലയാങ്കൊല്ലം കൊച്ചുണ്ണി തമ്പുരാൻ. അതെ, മലയാങ്കൊല്ലം റിപ്പീറ്റഡ് ആണ്, അത് പഠിക്കുക. ഓക്കെ. ശ്രീ യേശുവിജയം എന്നുള്ള ചെറിയാന്റെ മഹാകാവ്യം എന്തുകൊണ്ടാണ് വിഭിന്നം എന്ന് പറഞ്ഞത്? ഓക്കെ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. പിന്നീട് മുക്തകങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുക്തകങ്ങൾ എന്നാൽ മറ്റൊന്നുമായി ചേർന്നു നിൽക്കാത്തത് എന്നാണ് അർത്ഥം.
മുക്തകങ്ങൾ എന്നാൽ മറ്റൊന്നുമായി ചേർന്ന് നിൽക്കാത്തത് എന്നാണ് അർത്ഥം. അതായത് അവ ഒറ്റ ശ്ലോകങ്ങളായിരിക്കും. മുക്തകങ്ങൾ എന്നാൽ മറ്റൊന്നുമായി ചേർന്ന് നിൽക്കാത്തത് എന്നാണ് അർത്ഥം. അതായത് അവ ഒറ്റ ശ്ലോകങ്ങളായിരിക്കും. മുക്തകങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കാം. തോലൻ ചേലപ്പറമ്പ് നമ്പൂതിരി, പൂന്തോട്ടത്ത് നമ്പൂതിരി, ഉറവങ്കരയാണ്, ഉറവങ്കരയല്ല, ഇതില് ടൈപ്പ് ചെയ്തതിലെ മിസ്റ്റേക്ക് വന്നതാണ്, ഉറവങ്കര എന്നിവരുടെ മുക്തകങ്ങൾ ഉത്തമങ്ങളാണ്. തോലൻ ചേലപ്പറമ്പ് നമ്പൂതിരി, പൂന്തോട്ടത്ത് നമ്പൂതിരി, ഉറവങ്കര എന്നിവരുടെ മുക്തകങ്ങൾ ഉത്തമങ്ങളാണ്. അപ്പൊ മുക്തകങ്ങൾ എന്ന് പറഞ്ഞാല്, മുക്തകങ്ങൾ എന്നാൽ മറ്റൊന്നുമായി ചേർന്നു നിൽക്കാത്തത് എന്നാണ് അർത്ഥം. മുക്തകങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായി ചേർന്നു നിൽക്കാത്തത്, അതായത് അവ ഒറ്റ ശ്ലോകങ്ങളായിരിക്കും. തോലൻ ചേലപ്പറമ്പ് നമ്പൂതിരി, പൂന്തോട്ടത്ത് നമ്പൂതിരി, ഉറവങ്കര എന്നിവരുടെ മുക്തകങ്ങൾ ഉത്തമങ്ങളാണ്. തോലൻ ചേലപ്പറമ്പ് നമ്പൂതിരി, പൂന്തോട്ടത്ത് നമ്പൂതിരി, ഉറവങ്കര എന്നിവരുടെ മുക്തകങ്ങൾ ഉത്തമങ്ങളാണ്. അപ്പൊ സംഭാവന ശ്ലോകങ്ങൾ ആരുടേതായിരുന്നു? ഓർമ്മ ഉണ്ടോ? കിട്ടുന്നില്ലേ? വെൺമണി അച്ഛന് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതി എന്ന് പറയാൻ ആരെങ്കിലും പറയോ? വേറെ ഒരു കൃതി? ശ്ലോകം, അതേപോലെ രാമേശ്വര എഴുത്തുകൾ. ഓക്കെ. അപ്പോ പരിഹാസ കവനങ്ങൾ എന്നുള്ളൊരു രീതിയിൽ വരുന്ന ഒരു കൃതി, 2 കൃതികൾ പഠിച്ചു. അത് ആരതാന്ന് പറയാൻ പറ്റുമോ? ശീവുള്ളി. അദ്ദേഹത്തിന്റെ ഏത് കൃതികളാണ്? സന്ദേശം. ഓക്കെ. പിന്നെ സ്പർശ നാടകം. കേട്ടോ, അതൊക്കെ റിപ്പീറ്റഡ് ആണ്, അത് പഠിക്കാൻ ശ്രമിക്കാട്ടോ. അപ്പൊ ഈ ഒരു ദേശീയ ബോധം വരുന്ന കൃതികൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, അത് ആരുടെ കൃതികളാണെന്ന് അറിയാൻ പറ്റുമോ? മഹൻ. ഓക്കെ, നടുവം മഹൻ. തങ്കമ്മയുടെ ആദ്യ ഭാഗം രചിച്ചത് ആരാന്നറിയോ? പന്തളം. ഓക്കെ. രണ്ടാം ഭാഗം ഉള്ളൂര്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. അതേപോലെ മറ്റു കൃതികളായിട്ട് ഒടി എന്നുള്ള കൃതികൾ അത് ആരൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ 2 പേര് എഴുതിയിട്ടുണ്ട്. ആ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മുക്തകങ്ങള്? ശ്ലോകങ്ങൾ. മറ്റൊന്നുമായി ചേർന്ന് നിൽക്കാത്തത്. ഇനി ഖണ്ഡകാവ്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മലയാളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തോട് കൂടി ആണ് കാൽപ്പനികത ആരംഭിച്ചത്. അപ്പൊ മഹാകാവ്യ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പറഞ്ഞത് നിയോ ക്ലാസിക് പ്രവണതയാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മലയാളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തോട് കൂടിയാണ് കാൽപ്പനികത ആരംഭിച്ചത്. ഇതിന്റെ പ്രധാന സവിശേഷത ജീവിതത്തിന്റെ ഒരു സംഭവത്തിലോ ഭാവത്തിലോ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തോട് കൂടിയാണ് കാൽപ്പനികത ആരംഭിച്ചത്. മലയാളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തോട് കൂടിയാണ് കാൽപ്പനികത ആരംഭിച്ചത്. ഇതിന്റെ പ്രധാന സവിശേഷത ജീവിതത്തിന്റെ ഒരു സംഭവത്തിലോ ഭാവത്തിലോ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഒരു സംഭവത്തിലോ ഭാവത്തിലോ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യങ്ങളാണ്. ലക്ഷണയുക്തമായിട്ടുള്ള പ്രഥമ ഖണ്ഡകാവ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുമാരനാശാന്റെ വീണപ്പൂവാണ്. പിന്നീട് കുമാരനാശാന്റെ കൃതികൾ പഠിക്കുമ്പോൾ അതേപോലെ ഉള്ളൂരിന്റെ, വള്ളത്തോളിന്റെ ഇവരുടെ കൃതികളെല്ലാം തന്നെ കാലക്രമത്തിൽ ചോദിച്ചതായിട്ട് കാണാം. അപ്പൊ അതിന് കോഡ് വെച്ച് പഠിക്കാനായിരിക്കും ഏറ്റവും സിമ്പിൾ എന്ന് പറയാം. അങ്ങനെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. മലയാളത്തില് ലക്ഷണയുക്തമായ പ്രഥമ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് വീണപ്പൂവാണ്. 1907 അപ്പൊ വീണപ്പൂവ് 2 പേര് 2 രീതിയിൽ 2 മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും പഠിക്കുക. വീണപ്പൂവ് 1907
പിന്നീട് ദൈവയോഗം. ദൈവയോഗം ആരുടെ കൃതി? കോഡൊന്ന് പറഞ്ഞു തരുമോ? മാമിന് അറിയണ കോഡ് പറയോ? ഓക്കേടാ, അതില് കുമാരനാശാന്റെ കൃതികളുടെ കുറിച്ച് പറയാം. വീണ ലീഗ്ര പ്രചി തുച്ചക. വീണ ലീഗ്ര പ്രചി തുച്ചക. അതായത് വി എന്നുള്ളത് വീണപ്പൂവ്, വീണ അതായത് നളിനി, വീണ ലീല, ഗ്ര എന്നുള്ളത് ഗ്രാമവൃക്ഷത്തിലെ പിന്നീട് വീണ ലീഗ്ര പ്രരോദനം, രചി ചിന്താവിഷ്ടയായ സീത, രചി ദുരവസ്ഥ, രചി തുച്ച എന്നുള്ളത് ചണ്ടാല ഭിക്ഷുകി, രചി തുച്ചക്ക അതായത് കരുണ. അറിയാലോ, കിട്ടിയോ? ഒന്നുകൂടിയും പറയണോ? ഒന്നുകൂടിയും പറയണടാ. വീണ ലീഗ്ര രചി തുച്ചക. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ കോഡ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഏരിയ അങ്ങനെ അല്ലാതെ നമ്മളെ ഓർമ്മയിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം ദൈവയോഗം ആരുടെ കൃതിയായിരുന്നു? കേരളവർമ്മന്റെ. ഓക്കെ. ഏത് പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്? അത് തീർപ്പാക്കാൻ. ഓക്കെ. അപ്പൊ ദൈവയോഗം 1908 കേരളവർമ്മ. ആസന്ന മരണ ചിന്താ ശതകം KC കേശവപിള്ളയുടേതാണ്. പിന്നീട് കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ടവയാണ്. അവയിൽ പെടുന്നവയാണ് നളിനി, ലീല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അത് കോഡ് വെച്ചും കാലഗണന ക്രമത്തിലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ആസന്ന മരണ ചിന്താ ശതകം ആരുടേതായിരുന്നു? KC കേശവപിള്ള. ഓക്കെ. ഇതിൽ ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്നും ഉദയം ചെയ്യപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാ? പച്ചമലയാള പ്രസ്ഥാനം, പിന്നെ വെൺമണി പ്രസ്ഥാനം. ഓക്കേടാ. ഞാൻ പറഞ്ഞു തൃശ്ശൂർ പൂരം പ്രമേയമാക്കി എഴുതിയിട്ടുള്ള കൃതി അത് ഏതായിരുന്നു പറയാൻ പറ്റുമോ? പൂരപ്രബന്ധം. ഓക്കേടാ, പൂരപ്രബന്ധം. റിപ്പീറ്റഡ് ആണ്, പഠിച്ചോളൂ. അപ്പൊ കവി പുഷ്പമാല എന്നുള്ള ഒരു കൃതി ആരുടേതാണ്? കാത്തുള്ളി അച്യുതമേനോൻ. കാത്തുള്ളി അച്യുതമേനോൻ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. ഇവിടെ കവി പുഷ്പമാല ആരുടേതായിരുന്നു? വെൺമണി മഹൽ. ഓക്കേടാ. അപ്പൊ മനസ്സിലായില്ലേ? ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പരിഹാസ കവനങ്ങൾ അറിയാലോ, ഓർമ്മ ഉണ്ടല്ലോ. അതുപോലെ നമ്മള് കുഞ്ഞിക്കുട്ടന്റെ ഒരു കൃതിയില് പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഒരു ബേസ് ഉണ്ട്. അത് ഏതായിരുന്നു കൃതി എന്നറിയോ? നല്ല ഭാഷയാണോ? ഓക്കേടാ. നല്ല ഭാഷ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായില്ലേ എല്ലാവർക്കും? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിട്ട് ഉള്ളത്. അപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? കുഴപ്പമില്ലല്ലോ? നന്നായിട്ടുണ്ട് മാം. ഓക്കേടാ. ഞാൻ അത്രയും ചുരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഇതിന്റെ ബേസിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കേടാ. ലെഫ്റ്റ് അടിച്ചോളൂ കേട്ടോ. കഴിഞ്ഞു. ഞാൻ ഇതിന്റെ PDF ഞാൻ ഇടാം.